എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അർഹരായവർക്ക് APL വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡുകാർക്ക് BPL വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷാ തീയതി ഡിസംബർ 25 നീട്ടി. അർഹതാ മാനദണ്ഡങ്ങൾ താഴെ പറയുന്നു. ജീവിതമാർഗത്തിനല്ലാതെ 4 ചക്ര വാഹനം ഉപയോഗിക്കുന്നവർക്കും 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടിൻ്റെ വിസ്തീർണമുള്ളവർക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീടുള്ളവർക്കും കാർഡ് അംഗങ്ങൾക്കെല്ലാവർക്കും കൂടി 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർക്കും മാസവരുമാനം 25,000 രൂപയിൽ കൂടുതലുള്ളവർക്കും വീടുകളിൽ സർക്കാർ, അർദ്ധ സർക്കാർ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും മുൻഗണനാ കാർഡുകളിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉള്ളവരല്ല. എന്നാൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട റേഷൻ കാർഡിന് പുതിയതായി അപേക്ഷിച്ച എല്ലാവർക്കും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കാറ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ BPL കാർഡിലേക്ക് മാറാൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ മുഖേനയോ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകൾ മുഖേനയോ അല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ വഴിയോ മതിയായ രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ശ്രമിക്കുക. മുൻഗണനാ കാർഡിന് അപേക്ഷിക്കുമ്പോൾ 2009 BPL പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ അവരുടെ സാക്ഷ്യപത്രം, അതുപോലെ 2009 പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുണ്ടെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രം, വീടില്ലാത്തവരാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഭൂമിയില്ലാത്തവരാണെങ്കിൽ വില്ലേജ് സെക്രട്ടറിയും നൽകുന്ന സാക്ഷ്യപത്രം, വരുമാന സർട്ടിഫിക്കറ്റ്, വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട്, ഗുരുതരമായ രോഗങ്ങളുള്ളവർ കുടുംബത്തിലുണ്ടെങ്കിൽ ഡോക്ടർ നൽകുന്ന സാക്ഷ്യപത്രം, പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അധികാരികൾ നൽകുന്ന സാക്ഷ്യപത്രം എന്നിവ സഹിതം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സെൻറ്ററുകളിലോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 25 ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.